ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ബീറ്റ്റൂട്ട് ഉപ്പേരി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: ബീറ്റ്റൂട്ട്, ഒരു സവാള, പച്ചമുളക്, തേങ്ങാക്കൊത്ത്, വെളുത്തുള്ളി, കറിവേപ്പില. ഇനി നമുക്കിത് ഉണ്ടാക്കുന്ന വിധം കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന വിധം കാണാം. ഗ്യാസ് കത്തിയിട്ടില്ല, കത്തിക്കട്ടെ കേട്ടോ. ഓക്കെ, കത്തി. ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അല്ലേ. ചൂടായ ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് തേങ്ങാക്കൊത്ത്, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ വീഡിയോ ഓണാക്കിയെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഓഫിലായിരുന്നു, അതുകൊണ്ടാണ്. വെളുത്തുള്ളി, പച്ചമുളക്, തേങ്ങാക്കൊത്ത്, കുറച്ച് വറ്റൽമുളക് കൂടി ഇടാം. നന്നായി മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർക്കാം. ചെറുതായി അരിഞ്ഞ സവാളയാണ്, അങ്ങനെ ഇങ്ങനെ ഇഷ്ടത്തെ ആ രീതിയിൽ സവാള അതിലേക്ക് സവാള ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റി കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ആ ബീറ്റ്റൂട്ടിൻ്റെ മധുരമൊക്കെ അത് കുറഞ്ഞ് കിട്ടിട്ടുണ്ട് കേട്ടോ. ചൂടായതിലേക്ക് ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ച ബീറ്റ്റൂട്ട് കേട്ടോ. ചെറിയ ചെറിയ കഷ്ണാടി ചതുരത്തിലായിട്ടാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത്. നമുക്ക് എങ്ങനെ ഇഷ്ടത്തെ ആ രീതിയിൽ അരിഞ്ഞു കൊടുക്കും. ബീറ്റ്റൂട്ട് ഇടുന്നതിന് മുമ്പ് കറിവേപ്പില ഇടാനുണ്ട്. നമ്മൾ ഉപ്പേരിയൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കഴിച്ചു നോക്കണം. നല്ല ടേസ്റ്റാണ് ഉപ്പേരി വെച്ചാൽ. നമ്മൾ കുറേ ആളുണ്ട് ഇവിടെ, എനിക്ക് നാളെ കൊണ്ടുപോകാനൊക്കെ ബീറ്റ്റൂട്ട് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്കൊരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ഇടണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അത് ആവശ്യമൊക്കെ അടച്ച് വെച്ച് വേവിക്കണത്. മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായി ഇളക്കിയതാണ്. ഇത് ആവിക്ക് വേവിക്കാം. ചെറു തീയിലാവണം, സിമ്മിലാക്കി കൊടുത്താൽ മതി കേട്ടോ. അത് വേവട്ടെ. ഒന്ന് ഇളക്കി നോക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി നോക്കണം. അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. അടിപൊളി ഉപ്പേരിയാണ്, എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. 5-10 മിനിറ്റ് ഇങ്ങനെ ആവിക്ക് വേവിക്കുക. അപ്പോൾ ഉപ്പേരി റെഡിയാണ്. നമ്മുടെ ആവി നിറഞ്ഞ് വെച്ചിട്ടാണ്. എല്ലാവരും ഇങ്ങനെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അടിപൊളി ഉപ്പേരിയാണ്. വെള്ള തീ ഓഫാക്കുക, കഴിക്കാനെടുക്കാം കേട്ടോ. ഓക്കേ, അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻറ്റ് ചെയ്യണേ. അടിപൊളിയാണ്. ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കണം. അല്ല ഇനി ചോപ്പറിലൊക്കെ ഉരച്ച് അങ്ങനെ തേങ്ങ ചിരവിയിട്ടിട്ടാണ് അപ്പം ഉണ്ടാക്കേണ്ടത്. ഇത് തേങ്ങ കൊത്തിട്ടിട്ടാണ്. ഓക്കേ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ കേട്ടോ.